ഹലോ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീട്ടിലിരുന്ന് നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് സ്കിൽ ലേൺ ചെയ്ത് അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും ആൻഡ് ഏതൊക്കെ സ്കില്ലുകളാണ് നമുക്ക് വീട്ടിലിരുന്ന് ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്താൽ ലേൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഈ സ്കില്ലുകളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ഇംഗ്ലീഷ് നോളജ് ഉണ്ടായിരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു റിക്വയർമെൻറ്റ്. ബാക്കി ഏത് എഡ്യൂക്കേഷനുള്ള ആൾക്കാർക്കും പഠിച്ചെടുത്ത് നല്ല ജോലികൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ കമ്പനികളും തന്നെ ഓൺലൈനായിട്ട് അവരുടെ പരസ്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഉള്ള എല്ലാ ബിസിനസ്സുകളും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. കാരണം പണ്ടത്തെ പോലെ പത്രങ്ങളോ അല്ലെങ്കിൽ TV ചാനലുകളിലോ പരസ്യം കൊടുത്തുകൊണ്ട് കാര്യമില്ല. യൂത്ത് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം സോഷ്യൽ മീഡിയാസിലാണ്. സോഷ്യൽ മീഡിയാസിൽ കൂടെ പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അഡ്വർടൈസിങ് വരുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് വരുന്നുണ്ട്, യൂട്യൂബ് ആഡ്സ് വരുന്നുണ്ട്, ഇമെയിൽ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്ന സെഗ്മെന്റുകളാണ്. ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്. ഇപ്പം യൂട്യൂബിൽ കയറിയിട്ട് ഹൗ ടു ഡു ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ഓർ ഫേസ്ബുക്ക് ആഡ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും അല്ലെങ്കിൽ ഏത് ലാംഗ്വേജിലും ആണെങ്കിലും അതിൻ്റെ ഫ്രീ ട്യൂട്ടോറിയൽസ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അത് നോക്കി നമുക്ക് പഠിക്കുകയും ട്രൈ ചെയ്ത് നോക്കുകയൊക്കെ ചെയ്യാം. ഈ സാധനമൊക്കെ പഠിക്കുന്നതിനൊന്നും നമുക്ക് ഒരു രൂപ പോലും ചിലവ് വരുന്നില്ല. അതേപോലെ തന്നെയാണ് ഗൂഗിൾ ആഡ്സ് എങ്ങനെ ചെയ്യണം, യൂട്യൂബിൽ എങ്ങനെയാണ് ആഡ്സ് ചെയ്യുക, ഇമെയിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്ക് യൂട്യൂബിൽ തന്നെ ഓരോ വീഡിയോസും നോക്കി പല ആൾക്കാരും നല്ല നല്ല വീഡിയോസ് ഒരുപാട് മലയാളത്തിൽ ഇംഗ്ലീഷിലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നോക്കി നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഈ സാധനമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഫ്രീ ആയിട്ടൊക്കെ ആണെങ്കിൽ പോലും ആദ്യത്തെ 1-2 ക്ലയൻസിന് വേണ്ടി വർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്കില്ല് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്കില്ല് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ മാർക്കറ്റ് ചെയ്യാം. നമുക്ക് വേറെ ആരുടെ ആവശ്യമില്ല. കാരണം നമുക്കറിയാം എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ സർവീസ് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം ബൂസ്റ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാനും നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്ന ഓഡിയൻസിലേക്ക് എത്തിക്കാനും അങ്ങനെ അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രൊജക്റ്റ് എടുക്കാനും പാടെന്നുള്ള കാര്യമല്ല. ഇനിഷ്യലി നമ്മൾ ചെറിയൊരു എമൗണ്ടിന് നമ്മളുടെ സർവീസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് റെക്കറിങ് ക്ലയൻസും മന്ത്ലി റെക്കറിങ് ആയിട്ട് നല്ല എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ മന്ത്ലി ലക്ഷങ്ങൾ ഏൺ ചെയ്യുന്ന ആൾക്കാർ കേരളത്തിൽ തന്നെയാണ്. അത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇതിന് മുന്നോട്ടാണെങ്കിൽ നല്ല ഗ്രോത്ത് ഉള്ള ഒരു സെഗ്മെന്റാണ് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനികളും തന്നെ ഇപ്പം കറന്റ്ലി ഓഫ്ലൈനായിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അവർ ഓൺലൈനായിട്ട് തന്നെ മാർക്കറ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം എല്ലാവരും ഓൺലൈനായിട്ടാണ് സോഷ്യൽ മീഡിയാസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് ആണ്. ഗ്രാഫിക് ഡിസൈനിങ് കുറച്ച് നാൾ മുന്നേ വരെ കുറച്ച് പാടായിരുന്നു വേണേൽ പറയാം. കാരണം ഫോട്ടോഷോപ്പൊക്കെ യൂസ് ചെയ്ത് അതിൻ്റെ അകത്തെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചല്ലേ, ഒരുപാട് ടൂൾസ് കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു വേണമായിരുന്നു നമുക്ക് നേരത്തെ ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമുക്ക് ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. AI ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്, ക്യാൻവ പോലുള്ള ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഗ്രാഫിക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ടൂൾസ് അവൈലബിൾ ആണ്. ഈ ക്യാൻവയുടെയൊക്കെ ട്യൂട്ടോറിയൽ എന്നൊക്കെ പറഞ്ഞ ഒരു 30 മിനിറ്റിൻ്റെ ട്യൂട്ടോറിയൽ പഠിച്ചാൽ തന്നെ നമുക്ക് ബേസിക് ആയിട്ട് ക്യാൻവ യൂസ് ചെയ്യാൻ ഉള്ള നോളജ് കിട്ടും. പിന്നെ ഡിസൈനിങ് സ്കില്ലും അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്യാൻവയ്ക്ക് യൂസ് ചെയ്ത് നല്ല നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിന് നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്ന് പറയുന്നത് യൂട്യൂബേഴ്സ് ഒക്കെയാണ് മെയിനായിട്ട്. ഗ്രാഫിക് ഡിസൈനിങ് നമുക്ക് നല്ല തമ്പനെയിൽസ് ക്രിയേറ്റ് ചെയ്യുക, അതൊരു പ്രൊഫഷനായിട്ട് തന്നെ എടുക്കുക. തമ്പനെയിൽ ക്രിയേറ്റ് ആൻഡ് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള, അതായത് ക്യാച്ച് ആയിട്ട് നല്ല ക്ലിക്ക് കിട്ടുന്ന ടൈപ്പ് തമ്പനെയിൽസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ടാവും നമ്മുടെ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് റെഗുലറായിട്ട് വർക്കും ഉണ്ടാവും. അവർക്ക് റെഗുലറായിട്ട് നമുക്കത് ചെയ്ത് കൊടുത്ത് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. പെർ പ്രോജക്റ്റിനോ അല്ലെങ്കിൽ മന്ത്ലി ഒരു പാക്കേജ് ആയിട്ടോ ഒക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഫോട്ടോഷോപ്പും ഇല്ലുസ്ട്രേറ്ററും പോലുള്ള കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡിസൈനിങ് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ നല്ല ജോബുകൾ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീലാൻസ് ആയിട്ട് തന്നെ ഒരുപാട് ജോബുകൾ ഡിസൈനിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഈ ഡിസൈൻസ് നമ്മുടെ സോഷ്യൽ മീഡിയാസ് വഴി ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൂടുതലും റെഫറൽ വഴിയും അത് കണ്ടിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് നമ്മളിത് മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ സ്കില്ലിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്. ഒരു സ്കില്ലും പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ആ സ്കില്ല് നമുക്കറിയാമെന്നുള്ളത് മറ്റുള്ളവർ അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ വർക്കുകൾ കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ സ്കിൽ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഷോക്കേസ് ചെയ്യേണ്ടതും ഒരാവശ്യമാണ്. ആൻഡ് മൂന്നാമത്തത് വെബ് ഡെവലപ്മെൻ്റ് ആണ്. വെബ് ഡെവലപ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ കോഡിങ്ങും കാര്യങ്ങളും പഠിച്ച് വെബ് ഡെവലപ്മെൻറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. കാരണം അതൊരു ബിഗിനർക്ക് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിംഗ് ലോജിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാത്ത ആൾക്കാർക്ക് കുറച്ച് പാടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ പ്ലാറ്റ്ഫോമാണ് ഈ വേഡ്പ്രസ് ഒക്കെ പോലുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെബ്സൈറ്റ് ബിൽഡർ പ്ലാറ്റ്ഫോംസ്.
സോ വേർഡ്പ്രസിൻ്റെയും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. മലയാളത്തിൽ ഇംഗ്ലീഷിലും എല്ലാം അവൈലബിൾ ആണ്. ആൻഡ് അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് വേർഡ്പ്രസ് വെബ്സൈറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറ്റും. ആൻഡ് ഇതിനെ കസ്റ്റമേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് ഇത് ലേൺ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് വർക്കുകളൊക്കെ ചെയ്ത് നോക്കുക. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ നിയർ ബൈ ആയിട്ടുള്ള സ്റ്റോറുകളെയും അല്ലെങ്കിൽ ഷോപ്പുകളെയും ഇ കൊമേഴ്സ് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സമീപിച്ചിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ നല്ലൊരു സർവീസ് ഓഫർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സാമ്പിൾ പ്രൊജക്റ്റുകൾ അവരെ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആയിട്ട് കാണിക്കുകയും ചെയ്യാം. ആൻഡ് ഫോർ എ ലോങ് റൺ നമുക്ക് ഹോസ്റ്റിങ്ങിൻ്റെ ഡൊമൈൻ രജിസ്ട്രേഷൻ്റെ ഇയർലി വെബ്സൈറ്റ് മെയിൻ്റനൻസ് ഫീ ആയിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് ചാർജ് ചെയ്യാൻ പറ്റും. എത്ര ക്ലയൻസ് കൂടുന്നോ അത്രയും ക്ലയൻസ് കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഇയർലി ആയിട്ടുള്ള റവന്യൂ കൂടിക്കൊണ്ടിരിക്കും. ഇത് ഫ്രീലാൻസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്ന ഒരു ബിസിനസ് മെത്തേഡാണ്. നാലാമത്തത് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പല ടൈപ്പ് ടൂൾസ് അവൈലബിൾ ആണ്. അതായത് മൊബൈൽ ഫോണിൽ മുതൽ കമ്പ്യൂട്ടറിൽ വരെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂൾസ് നമുക്കിപ്പം അവൈലബിൾ ആണ്. ഈ ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഫിലിമോറ, ക്യാപ്കട്ട് അതുപോലുള്ള ടൂൾസും അല്ല നല്ല രീതിയിൽ ലേൺ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മുടെ സ്കിൽസ് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാവിൻചി റിസോൾവ്, ഫൈനൽ കട്ട് പ്രോ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. നമ്മൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ബേസിൽ നമ്മൾ ആദ്യം ഇനിഷ്യലി പഠിച്ചു തുടങ്ങുക. അതായത് ഇപ്പം ഫോർ ബിഗിനേഴ്സിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ക്യാപ്കട്ടോ അല്ലെങ്കിൽ ഫിലിമോറ പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ്. സോ അത് ലേൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. നമുക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഈസി ആയിട്ട് എഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ അതങ്ങനെ എഡിറ്റ് ചെയ്ത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മാക്സിമം നമ്മുടെ സോഷ്യൽ മീഡിയ കൂടെ തന്നെ ഷെയർ ചെയ്യാം. സോ നല്ല നല്ല എഡിറ്റുകൾ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൾക്കാർ നല്ല രീതിയിൽ ഷെയർ ചെയ്യും. സോ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. സോ അവനെ ഞാൻ പരിചയപ്പെട്ടത് ശരിക്കും പറഞ്ഞ OLX വഴിയാണ്. ഞാൻ ഒരു വീഡിയോ എഡിറ്ററെ വേണമെന്ന് പറഞ്ഞ് OLX ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അവൻ ആ എൻക്വയറിക്ക് റിപ്ലൈ അയക്കുകയാണ് ചെയ്തത്. അവൻ കോളേജിൽ പഠിക്കുന്ന സമയമായിരുന്നു, +2 പഠിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവനെ പരിചയപ്പെട്ടത്. സോ അന്ന് മുതൽ അവൻ വീഡിയോ കാര്യങ്ങളെല്ലാം എഡിറ്റ് ചെയ്ത് തരുന്നുണ്ട്. സോ അവനും ഇതുപോലെ തന്നെ ഓൺലൈനായിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിച്ച് യൂട്യൂബിൽ നോക്കിയൊക്കെ പഠിച്ച് അങ്ങനെ വീഡിയോസ് വർക്ക് ചെയ്ത് അവൻ്റെ ഔട്ട്പുട്ട് നല്ലതായിരുന്നുകൊണ്ട് നമ്മൾ ലോങ് ടൈമായിട്ട് ഞങ്ങൾ ഈ ഒരു വർക്ക് കണ്ടിന്യൂ ചെയ്യാണ്. സോ അതുപോലെ അവന് റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് നിന്ന് വർക്ക് കിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷോക്കേസ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇപ്പം ഇന്ന വെബ്സൈറ്റിൽ നിന്നുമില്ല പലയിടത്തായിട്ട് നമുക്ക് എൻക്വയറീസ് കിട്ടും. ലിങ്ക്ഡ്ഇൻ വഴി നമുക്ക് ക്ലയൻസിനെ ഫൈൻഡ് ചെയ്യാം, ഇതുപോലെ OLX വഴി ഫൈൻഡ് ചെയ്യാം, ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഫൈൻഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ അതും നല്ലൊരു സ്കില്ലാണ്. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ക്ലയൻസിനെ കിട്ടുകയും റെഗുലർ ക്ലയൻസിനെ കിട്ടുകയും ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ഇതും നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കൊരു ഏജൻസി അല്ലെങ്കിൽ ഓഫീസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ ഒരു മെത്തേഡിനും അല്ല ഈ പറഞ്ഞ ഒരു സ്കില്ലിനും നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുകളാണ് ഈ പറഞ്ഞ മൊത്തം. ആൻഡ് ഇതിന് നിങ്ങൾക്ക് ഒരു ഓഫീസ് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോണിൽ കൂടെ ഉള്ള ക്ലയൻറ്റുമായിട്ടുള്ള ഡീലിങ്സ് മാത്രം മതി. പിന്നെ ഒരു മെത്തേഡ് യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളത് തന്നെയാണ്. അതിപ്പം എല്ലാവർക്കും പറ്റണമെന്നില്ല. കാരണം പല ആൾക്കാർക്കും ഈ ക്യാമറ ഷൈ അല്ലെങ്കിൽ ക്യാമറ കാണുമ്പോൾ ഉള്ള മടി, ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ടാവും. എനിക്കും അത് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ശീലമായി, ഇങ്ങനെ സംസാരിച്ച് ഇപ്പോൾ ഇതൊരു ശീലമായതാണ്. സോ അത് പലർക്കും ഇഷ്ടം ഉണ്ടാവത്തില്ല അവരുടെ ഫേസ് കാണിച്ച് ഇങ്ങനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ. സോ അങ്ങനെയുള്ളവർക്ക് പറ്റില്ല. ബട്ട് അല്ലാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ അത്യാവശ്യം നോളജ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ നോളജ് ഷെയർ ചെയ്യുന്ന വഴി അവർക്ക് നല്ലൊരു വരുമാനം യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ആർട്സ് റവന്യൂ മാത്രമല്ല, നമുക്ക് പാർട്ണർഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ആർട്സ് ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് നമ്മളുടെ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാം. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. സോ അതേപോലെ തന്നെ ഒരുപാട് കോൺടാക്ട്സ് ബിൽഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ സ്കിൽസ് പുറത്ത് കാണിക്കാം. അങ്ങനെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള എഡിറ്റിംഗ്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് അറിയാവുന്ന ഒരാളെ ഹെയർ ചെയ്യുക. നമ്മൾ ജസ്റ്റ് ക്യാമറ ഫ്രണ്ടിൽ വെച്ച് ഇരുന്ന് സംസാരിക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് തെറ്റുണ്ട്. കാരണം 30 മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിരിക്കും ഇവൻ എഡിറ്റ് ചെയ്ത് 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് ഉള്ള വീഡിയോ ആക്കുന്നത്. ചിലപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ തന്നെ ഇത് 14 മിനിറ്റായി ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ചിലപ്പം ഇത്ര ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ 5 മിനിറ്റേ കാണത്തുള്ളൂ. സോ ഇതിനിടയ്ക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നു. അതെല്ലാം നമ്മൾ വെറുതെ വിട്ടേക്കുന്നു, പിന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും മറ്റേ ന്യൂസ് ചാനലിൽ കയറി നമ്മൾ ലൈവ് ന്യൂസ് വായിക്കുന്ന പോലെ കംപ്ലീറ്റ് കാണാൻ പഠിച്ച് പറയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് ആലോചിക്കുന്ന സമയം ഉണ്ടാവും, ഇതിനിടയ്ക്ക് ഒരുപാട് തെറ്റിപ്പോകുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷെ അതെല്ലാം എഡിറ്റിങ്ങിൽ കട്ട് ചെയ്ത് പോകും. അപ്പം നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ലെങ്കിൽ ഇതുപോലെ ഒരാളെ ഹയർ ചെയ്യുക,
സോ അയാൾക്കൊരു ചെറിയ എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് തരും. ആൻഡ് തമ്പനയിൽ ക്രിയേറ്റ് ചെയ്യാൻ ഡിസൈനിങ് അറിയത്തില്ല, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനർ ഹയർ ചെയ്യുക. സോ അയാൾ തമ്പനയിലും ക്രിയേറ്റ് ചെയ്ത് തരും. ബാക്കി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതൊന്നും നമുക്ക് വലിയ കഷ്ടപ്പാടുള്ള കാര്യമല്ല, അത് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷനിൽ ടാഗ്സ് കാര്യങ്ങൾ കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. അതിന് പിന്നെ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരുന്നില്ല. സോ ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ മടിയില്ലാത്ത ആൾക്കാർക്ക് തുടങ്ങാൻ പറ്റിയ ഒരു പ്രൊഫഷനാണ് യൂട്യൂബിങ്. അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ പറഞ്ഞ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്. ഇപ്പോൾ പല കമ്പനികളും അല്ലെങ്കിൽ പല ആൾക്കാരും പല സെലിബ്രിറ്റീസും അവരുടെ സോഷ്യൽ മീഡിയാസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വെച്ചിട്ടുണ്ട്. സോ അവരുടെ ജോബ് എന്ന് പറയുന്നത് ഇവർ കൊടുക്കുന്ന കണ്ടന്റ്സ് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ജസ്റ്റ് അവർ വാട്സപ്പിൽ അയച്ചു കൊടുക്കുള്ളായിരിക്കും. സോ ഇവർ നല്ല ക്യാപ്ഷനും കാര്യങ്ങളും വെച്ച് കണ്ടന്റുകൾ അപ്ഡേറ്റ് ചെയ്യുക, ആൻഡ് കമൻസ് കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുക, എൻക്വയറീസ് കാര്യങ്ങൾ വരുന്നത്, മെസ്സേജസ് കാര്യങ്ങൾ വരുന്നത് മോണിറ്റർ ചെയ്തിട്ട് അവർക്ക് വേണ്ടത് മാത്രം അവർക്ക് ഫിൽട്ടർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുക. സോ അത് ശരിക്കും പറഞ്ഞാൽ വലിയ സ്കില്ലൊന്നും വേണ്ട കാര്യമല്ല, കാരണം നമ്മൾ നോർമലി എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയാസും ലൈക്ക് അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ അതും നമുക്ക് ഒരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റാണ്. സൈഡ് ഇൻകം അല്ല, നമുക്ക് ചിലപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ടൈം ഒരു ജോബായിട്ട് തന്നെ ഒരു മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ടൈം ഫ്രീലാൻസ് ആയിട്ട് തന്നെ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ പറ്റും. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു 5,000 റുപ്പീസ് അല്ലെങ്കിൽ 10,000 റുപ്പീസോ ചാർജ് ചെയ്തിട്ട് ഒരു 10 ക്ലയൻസിന് വേണ്ടിയിട്ട്. കാരണം ഇവർക്ക് വേണ്ടി നമ്മൾ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം, അതായത് ക്യാൻവാക്ക് യൂസ് ചെയ്തിട്ട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർ തരുന്ന ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഗുലറി ചെയ്യണം. അവരുടെ പേജസ് അപ്ഡേറ്റ് ആയിട്ട് എപ്പോഴും കീപ്പ് ചെയ്യുക. സോ ഇതൊക്കെയായിരിക്കും നമ്മൾക്ക് വരുന്ന ജോബ് റോൾസ്. സോ അത് ചെയ്ത് കൊടുക്കുന്നതിന് പല പ്രൊഫഷണൽസും നമുക്ക് പേ ചെയ്യാൻ വില്ലിങ് ആണ്. സോ ഇതിന് പറയുന്നത് സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ് എന്നാണ്. അതിന് വലിയ സ്കില്ലൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് പറയാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ്. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷാരിഖ് ഷംസീൻ പോലുള്ള യൂട്യൂബേഴ്സ് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫുള്ളി ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയൽസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്താണ് ട്രേഡിങ്, എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ബേസ്, അങ്ങനെയുള്ള A to Z ഫ്രം ദ ബോട്ടം ടു ടോപ്പ് ഫുള്ളി ഫ്രീ ആയിട്ട് വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലുള്ള ഫ്രീ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് തന്നെ നമുക്ക് എന്താണ് ഇൻവെസ്റ്റിങ്, എന്താണ് ട്രേഡിങ് എന്നൊക്കെ മനസ്സിലാക്കി തന്നെ അത്യാവശ്യം ക്യാഷൊക്കെ കയ്യിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാനും അതിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യാനും പറ്റും. സോ ഇതും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ പഠിക്കാവുന്നതാണ്. ഇതിന് പിന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ ഒന്നും കണ്ടുപിടിക്കേണ്ട, സ്വന്തം അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് നിന്ന് ട്രേഡ് ചെയ്യുക, ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അത് ഉറപ്പായിട്ടും നല്ല രീതിയിൽ പഠിച്ച് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പേപ്പർ ട്രേഡിംഗ് ഒക്കെ ചെയ്ത് സാമ്പിളായിട്ടുള്ള ട്രേഡൊക്കെ എടുത്ത് കറക്റ്റായിട്ടുള്ള റിസ്ക് റിവാർഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, അതായത് നഷ്ടം വന്നാലും ഒരു ലിമിറ്റ് താഴോട്ട് പോകരുത്, ലാഭം കിട്ടിക്കഴിഞ്ഞാലും ഒരു ലിമിറ്റിന് അനുസരിച്ച് നമ്മൾ ലാഭവും നഷ്ടങ്ങളൊക്കെ മാനേജ് ചെയ്ത് വേണം പഠിക്കാൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ്. ഗാംബ്ലിംഗ് ആയിട്ടൊന്നും ആരും കാണരുത്. സ്റ്റോക്ക് മാർക്കറ്റും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ആൻഡ് അതും നമുക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അതിന് നമുക്ക് ഈ ലാപ്ടോപ്പും ഇൻ്റർനെറ്റും കാര്യങ്ങളും മാത്രം മതി. സോ ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ലേൺ ചെയ്ത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് പഠിച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ സ്കിൽ സെറ്റുകൾ. ആൻഡ് ഇതിൽ കുറച്ച് നാൾ മുന്നേ വരെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് കണ്ടന്റ് റൈറ്റിംഗ്, വോയിസ് ഓവർ അല്ലെങ്കിൽ ഡബ്ബിങ്, ഇതെല്ലാം AI കൊണ്ടുപോയി. കണ്ടന്റ് റൈറ്റിങ്ങിന് ഇപ്പം ChatGPT ഉണ്ട്, നമുക്ക് വേറെ ആൾക്കാരുടെ ആവശ്യമില്ല കണ്ടന്റ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് 11 Labs പോലത്തെ ഇഷ്ടംപോലെ AI ടൂൾസ് ഉണ്ട്. സോ അതിന് നമുക്ക് ആൾക്കാരെ ആവശ്യമില്ല. സോ അതേപോലെ ഒരുപാട് സ്കില്ലുകൾ AI ഇപ്പോൾ ഓൾറെഡി തന്നെ ടേക്ക് ഓവർ ചെയ്തു. ഇതേപോലുള്ള നമ്മളിപ്പോൾ പറഞ്ഞ പല സ്കില്ലുകളും AI മേ ബി ഇൻ ദ ഫ്യൂച്ചർ, ഇൻ ദ ലോങ് ടൈം കുറേയൊക്കെ AI ടേക്ക് ഓവർ ചെയ്യും. ബട്ട് അതിന് മുന്നേ തന്നെ നമുക്ക് ഏതായാലും ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എപ്പോഴും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻ എപ്പോഴും വേണ്ടി വരും. സോ നമ്മൾ സ്കില്ല് ലേൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ AI ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഈ സ്കില്ലിനെ അഡ്വാൻസ് ചെയ്യാം. സോ നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തൊക്കെയാണ് AI വെച്ചിട്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മുടേതായിട്ടുള്ള മാനുവലായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുകയും ഇതിൻ്റെ അകത്ത് എററൊക്കെ ഫിക്സ് ചെയ്ത് നല്ലൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്തെടുക്കുകയും അതൊക്കെ ആണ് നമ്മളുടെ സ്കില്ലെന്ന് പറയുന്നത്. സോ ഇൻ കേസ് ഒരുപാട് AI കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി നമ്മുടെ ഈ സ്കില്ലിനെ ഒന്നും ടേക്ക് ഓവർ ചെയ്ത് അങ്ങ് പോവില്ല. ഇപ്പോൾ നിലവിലെ കണ്ടീഷനിൽ ഇൻ ദ ലോങ് റൺ ലൈക്ക് എന്താ പറയുക, ഒരു 10 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഹ്യൂമൻ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാഫിക്സ് ഡിസൈൻ ചെയ്യാനോ അല്ലെങ്കിൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനോ ഒക്കെ കഴിയുന്ന AIs ഒരുപാട് വന്നേക്കാം. 10 വർഷമൊന്നും വേണ്ട, ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും വന്നേക്കാം. സോ എന്നാൽ പോലും അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത്, കാരണം ഈ AI പോലും എല്ലാവർക്കും യൂസ് ചെയ്യാൻ അറിയത്തില്ല. സോ അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നു എന്നതിലാണ് കാര്യം.
സോ ഇപ്പം നമ്മൾ നമ്മുടെ സ്കിൽ ഉണ്ടാക്കുക. ഇതെങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് AI കൊണ്ടാണ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ ഓരോ കാര്യങ്ങൾ ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് നമുക്കിപ്പോൾ തന്നെ പഠിക്കാൻ പറ്റും. ആൻഡ് മുന്നോട്ട് നോക്കി കഴിഞ്ഞാലും എന്ത് ജോബ് എടുത്തു കഴിഞ്ഞാലും എല്ലാം AI റിസ്കിൽ തന്നെയാണ് ഇപ്പം നിലവിലുള്ളത്. സോ ഇപ്പം ഉള്ള ടൈമിൽ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക ആൻഡ് AIയും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനെ എങ്ങനെ പണിയെടുക്കാതെ ഏറ്റവും കുറച്ച് പണിയെടുത്ത് ബാക്കി AI കൊണ്ട് പണിയെടുപ്പിച്ച് എങ്ങനെ ആ സാധനം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോവുക. ആൻഡ് ഇഷ്ടം പോലെ ഫ്രീ ആയിട്ടുള്ള കോഴ്സസ് കാര്യങ്ങളെല്ലാം ഓൺലൈനായിട്ട് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നമ്മളിതൊന്നും ക്യാഷ് കൊടുത്ത് ഒരിടത്തും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുമ്പം 5,000-10,000 ശമ്പളം വാങ്ങിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയുള്ള ടീച്ചേഴ്സ്. ബട്ട് യൂട്യൂബിൽ മിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സും അവർക്ക് നല്ല സ്കില്ലുള്ള, അതായത് ഇപ്പം ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന ഒരാൾ ചിലപ്പോൾ കോടികളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ അതിൽ നിന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എപ്പോഴും സംശയം കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. ബട്ട് ChatGPT ഉണ്ടല്ലോ, എടുത്ത് ചോദിച്ചാൽ മതി. സോ അതും ക്ലിയർ ആകും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരുന്നു ആലോചിച്ചേട്ടാ. ഓക്കെ, താങ്ക് യു.